മികച്ച ഗായകനും സംഗീത സംവിധായകനും മാത്രമല്ല വലിയ ഭക്തനും കൂടിയായിരുന്നു മനോജ് കെ ജയൻ്റെ പിതാവ് കെ.ജി. ജയൻ. ഭാര്യയുടെ മരണശേഷം സംഗീതവും പ്രാർത്ഥനയും മാത്രമായിരുന്നു അദ്ദേഹം കൂടെ കൂട്ടിയത്. സംഗീത കച്ചേരികളും പ്രോഗ്രാമുകളുമായി ഓടി നടന്നിരുന്ന അദ്ദേഹം വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ സ്വയം തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു ആശ്രമവാസം. അങ്ങനെയിരിക്കെയാണ് ശിവരാത്രി കച്ചേരിയുടെ ഭാഗമായി പാലക്കാട്ടെ മുതലമടയിലുള്ള സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് മെഡിറ്റേഷൻ സെന്ററിൽ അദ്ദേഹം എത്തിയത്. ജാതിമത ഭേദമില്ലാതെ ആയിരക്കണക്കിന് പേർക്ക് ആഹാരം നൽകുകയും വിവാഹങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആശ്രമമാണ് ഇത്. ശിവരാത്രി കച്ചേരികൾക്ക് ഇവിടെ വന്നതോടെയാണ് അവിടുത്തെ സ്വാമി സുനിൽദാസുമായി അദ്ദേഹം കൂടുതൽ അടുത്തത്. തുടർന്ന് 1-2 തവണ ഇവിടെ എത്തുകയും ആശ്രമത്തിനോട് കൂടുതൽ അടുത്തിടപഴകാനും സാഹചര്യങ്ങളും അന്തരീക്ഷവും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തതോടെയാണ് തനിക്കും ഇവിടെ ഒരു മുറി തരപ്പെടുത്താമോ എന്ന് സ്വാമിയോട് ജയൻ ചോദിച്ചത്. തൃപ്പൂണിത്തുറയിൽ വലിയ സൗകര്യങ്ങളുള്ള വീടും വാഹനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊരു ആശ്രമത്തിലെ ഒറ്റമുറിയിലേക്ക് അദ്ദേഹത്തെ ഒതുക്കാൻ മക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് അതായിരുന്നു ഇഷ്ടം. അങ്ങനെയാണ് മക്കളുടെയും മരുമക്കളുടെയും സമ്മതം വാങ്ങി ജയൻ പാലക്കാട്ടെ ആശ്രമത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പലരും അദ്ദേഹം ആശ്രമത്തിലായിരുന്നുവെന്നതുപോലും അറിഞ്ഞത്. പാലക്കാട്ടെ മുതലമടയിലെ ഈ ആശ്രമവും അവിടുത്തെ സ്വാമിയുമായ സുനിൽദാസ് മുൻപും പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തേത് സ്വാമി സുനിൽദാസ് 25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതായിരുന്നു. 2018 കേരളത്തിലെ പ്രളയ സമയത്ത് മുംബൈ സ്വദേശിയായ AS മാധവൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് 25 കോടി രൂപയുടെ പുരസ്കാരം വാഗ്ദാനം ചെയ്താണ് സുനിൽദാസ് തട്ടിപ്പ് നടത്തിയത്. പുരസ്കാരത്തിന്റെ പേരിൽ 5.5 കോടി രൂപയാണ് വാര്യർ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയായ മാധവന്റെ കയ്യിൽ നിന്നും സ്വയം പ്രഖ്യാപിത ആൾദൈവമായ സുനിൽസ്വാമി തട്ടിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ സുനിൽസ്വാമിയുടെ ഈ ആശ്രമത്തിൽ നടൻ സുരേഷ് ഗോപിയും ഇന്നസെന്റും നടി ഊർമിള ഉണ്ണിയും മറ്റനേകം രാഷ്ട്രീയ മത നേതാക്കളുമൊക്കെ എത്തിയിട്ടുണ്ട്. അനേകം വിദേശീയരും ഈ ആശ്രമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു മനോജ് കെ ജയൻ്റെ അച്ഛനും. സുനിൽസ്വാമിയാണ് ഇവിടെ അദ്ദേഹത്തെ മകനെ പോലെ ശുശ്രൂഷിച്ചിരുന്നത്. അവിടെ കഴിയുന്നതിനിടെയാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് മാറ്റിയതോടെ വിദേശത്തു നിന്നും മനോജ് കെ ജയനും കുടുംബവും എത്തുകയും ചെയ്തു. അതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവും മറ്റും നടന്നത്. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും പ്രസന്നവദനായി അദ്ദേഹം നവതി ആഘോഷ ചടങ്ങുകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. 3 മാസത്തിനിപ്പുറം അദ്ദേഹത്തെ തേടി മരണമെത്തിയപ്പോൾ ചടങ്ങിലുടനീളം ശ്രദ്ധേയനായത് സുനിൽസ്വാമി തന്നെയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം വഹിച്ചത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞു നിന്ന മകനെ പോലെയായിരുന്നു അദ്ദേഹം ചടങ്ങുകളിലെല്ലാം പെരുമാറിയത്. ശബരിമലയ്ക്ക് പോകാനാണ് ഇഷ്ടം. അതുകൊണ്ട് അദ്ദേഹത്തിനെ യാത്രയാക്കാൻ ശരണം വിളിയില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ സ്വാമി ശരണം വിളിയോടെയാണ് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയത്. പിന്നാലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള നീലമുണ്ട് പുതപ്പിക്കുകയുമൊക്കെ ചെയ്ത കാഴ്ചകൾ ശ്രദ്ധ നേടിയിരുന്നു. സംസ്കാര ചടങ്ങിലും അദ്ദേഹം എത്തിയിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.